ഹാൻഡ്സ് അപ്പ്. ഹായ്. ഞാൻ ഹാൻഡ്സ് അപ്പ് എന്നാണോ സിപ്പപ്പ് എന്നാണോ പറഞ്ഞത്? തോക്കല്ലേ? അനങ്ങി പോകരുത്. ഉന്നം തെറ്റും. പിന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന്. ശരിക്കും ഇനി എന്റെ തോക്ക് കഥ പറയും. സ്ക്രിപ്റ്റ് പറയണ തോക്കാണ് ഇത്. അതല്ലെന്ന്. ഞാൻ ഈ കാഞ്ചി വലിച്ചാടല്ല, നീ ചത്തുപോകും. താൻ കഞ്ചാവ് വലിച്ചാ താനല്ലേ ചാവണം, ഞാൻ എങ്ങനെ ചാവണത്? കഞ്ചാവെന്നല്ല, ഞാൻ ഈ കാഞ്ചി വലിച്ചാ നീ ചത്തുപോകും. ഇതിന് തീയും പോകെയൊക്കെ വരുമോ? ഞാൻ കാഞ്ചി വലിക്കുന്ന കാര്യമാണ്, അല്ലാണ്ട് ബീഡി വലിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. തൂക്കോ? തൂക്കാനാ? ഞാൻ തൂക്കാൻ വന്നല്ല. ആരാണ്? ഞാൻ സാറ. എന്നിട്ട് എന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അയ്യോ, എന്റെ പേരാ പറഞ്ഞ സാറാന്ന്. പേരാണ് പറഞ്ഞല്ലേ? എന്തിനാ വന്നത്? കൊല്ലാൻ. ഞാൻ തുടക്കത്തിൽ ഒരു കോമഡിക്ക് വേണ്ടിയിട്ടാണ് സാറാന്നുള്ളത്. സാറേ ഒരു തെറ്റിദ്ധാരണ കോമഡി പറഞ്ഞത്. അതൊരു ചെടി കോമഡി ആയിട്ട് കണ്ടിട്ട് എന്നെ കൊല്ലാണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് ഒരാളെ കൊല്ലണോന്ന്. ഞാൻ തോക്കുന്ന വേഗം പോയി കൊന്നിട്ട് വാ. അയ്യോ, ഈ തോക്ക് പിടിച്ചേ താൻ തന്നെ കൊന്നാതി. അമ്പടെ പുളിസോ, എന്റെ തോക്കൊണ്ട് ഞാൻ തന്നെ സ്വയം കൊല്ലാനായിട്ടോ? താൻ തന്നെ കൊല്ലാനല്ല, എനിക്ക് വേണ്ടി താൻ ഒരാളെ കൊല്ലണം. അപ്പൊ കൊട്ടേഷൻ ആണല്ലേ? അതെ. എങ്ങനെ റേറ്റ്? തല വെട്ടാൻ 10, കൈ വെട്ടാൻ 10, കാല് വെട്ടാൻ 10, മുടി വെട്ടണ, നഖം വെട്ടണ, മീനെങ്കിലും വെട്ടാൻ. എനിക്ക് എന്തെങ്കിലും വെട്ടിയില്ലെങ്കിൽ എന്തോ പോലെ. എന്നാ തമ്പ റബ്ബർ വെട്ടി ജീവിക്കും. തുപ്പല്ലേടോ, സത്യത്തിൽ താൻ എങ്ങനെയാടോ ഗുണ്ടേത്? എന്നെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല. എന്നെ കുറിച്ച് അറിയണമെങ്കിലേ ബോംബെ നഗരത്തിൽ പോയി ചോദിച്ചാൽ മതി, അവര് പറയും ഞാൻ ആരാണെന്ന്. ഞാൻ എന്തിനാ വെറുതെ ബോംബെ പോണ? താൻ പറഞ്ഞാ പോരെ. ഞാനല്ല ബൈജുക്കുട്ടൻ. ഇന്നലെ ഇതേപോലെ കൊട്ടേഷൻ തരാൻ വേണ്ടി ഒന്നാണ്. ഞാൻ പുള്ളി അടുത്ത് പറഞ്ഞു, എന്നെ കുറിച്ച് അറിയണമെങ്കിൽ ബോംബെ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. കേട്ടത് എന്നെ കുറിച്ച് അന്വേഷിക്കാൻ പുള്ളി ബോംബെ പോയി. എന്നിട്ട് രാവിലെ വിളിച്ചേക്കാണ് ബോംബെ എന്ന് വരാൻ പൈസ എന്തെങ്കിലും ഇട്ടുകൊടുക്കാന്ന് വെച്ചിട്ട്. എന്റെ 10ന്റെ പൈസ നിക്കറ് കയറി നിൽക്കുന്നത്. അതല്ലെന്ന്. ബോംബെ നഗരം എന്റെ പേര് കേട്ടാൽ കിടുകിടാന്ന് വിറയ്ക്കും. ഡെങ്കിപ്പനി എന്നല്ല, തങ്കക്കുട്ടൻ. ഒരു കൊട്ടേഷൻ തലവന്റെ പേര് കേട്ടില്ല, തങ്കക്കുട്ടൻ. പേരിടാൻ വേണ്ടി ഒന്നല്ല, കൊട്ടേഷൻ ഉണ്ടല്ലേ. ഞാൻ ആരെയാണ് കൊല്ലേണ്ടത്? ചേട്ടാ, രണ്ടുപേരെ കൊല്ലണം. ഒന്ന് എന്റെ ഭർത്താവും, പിന്നെ അങ്ങേരുടെ അപ്പച്ചിനെ. എന്റെ പൊന്നോ, ഭർത്താവിനെ കൊല്ലും ഭയങ്കര കഷ്ടം. എന്താണ് ഈ ഭർത്താവിനെ? ചേട്ടാ, എന്റെ ഭർത്താവിനെ പറഞ്ഞു പറ്റിച്ചേട്ടാ. കല്യാണത്തിന് മുമ്പ് അങ്ങേര് പറഞ്ഞെന്താന്നറിയോ? അങ്ങേരുടെ വീട് വലിയ ബംഗ്ലാവാണെന്ന്. കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോ എല്ലാം അറിയണത് അങ്ങേരുടെ അച്ഛന്റെ ഒരു മുണ്ട് കൊണ്ട് ഇങ്ങനെ 4 ചുറ്റിയാക്കാൻ അങ്ങേരുടെ വീട്. അങ്ങേരുടെ അച്ഛന് മുണ്ടുണ്ടെങ്കിൽ അങ്ങേർക്ക് വീടില്ല, അങ്ങേർക്ക് വീടുണ്ടെങ്കിൽ അങ്ങേരുടെ അച്ഛന് മുണ്ടില്ല. എനിക്ക് മുണ്ട് വേണ്ട, ചുരിദാർ മതിയല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒട്ടും മുണ്ടിൽ പണി തീർത്ത വീടാണത്. ഓക്കെ, അപ്പൊ ഭർത്താവിനെ കൊല്ലേണ്ടതാണ്. ഈ അപ്പച്ചിനെ നമ്മൾ കൊല്ലേണ്ടത്? ചേട്ടാ, എനിക്ക് 3 കുഞ്ഞു മക്കളാണ് ചേട്ടാ. അവരെ കുളിപ്പിച്ച് കാലേ സോക്സ് ഒക്കെ ഇടിച്ച് ഞാൻ കട്ടിലേ ഇങ്ങനെ നിരത്തി കിടത്തി. അപ്പൊ ഈ അപ്പച്ചി വന്നിട്ട് എന്നോട് ചോദിക്കണേ, എന്തിനാടി കൊച്ച ഇയർബഡ്സ് ഒക്കെ വാരി കട്ടിലിട്ടേക്കണേ? അപ്പച്ചി കുട്ടികളെ ബഡ്സ് ആണെന്ന് പറഞ്ഞ് ചെവിയിട്ട് കറക്കില്ലല്ലോ. എന്നാ തള്ളനെ കൊല്ലണം. അപ്പച്ചിയെ നമ്മൾ കൊല്ലേണ്ടതാണ്. എനിക്ക് കുട്ടികളെ പറഞ്ഞത് എനിക്ക് ഭയങ്കര ദേഷ്യം. ചേട്ടാ, ഇവര് രണ്ടുപേരും കൊന്നതിന് ശേഷം ചേട്ടാ എന്നെയും കൊല്ലണം. തന്നെ എന്തിനാണ് കൊല്ലുന്നത്? തന്നെ കൊല്ലാൻ പോലെ താനൊക്കെ ജീവിക്കണോ? പറ്റൂലേട്ടാ. എന്താണ്? പറ്റില്ല. പുണ്യം ചെയ്ത പെണ്ണാണ്ടാ. എനിക്കാണെങ്കിൽ പലചരക്കടയെ പറ്റാണ്, ചായക്കടയെ പറ്റാണ്, നാട്ടിലാണെങ്കിൽ പറ്റോട് പറ്റാ. എനിക്ക് പറ്റില്ല. അപ്പൊ അധികം പറ്റായി. അല്ലേട്ടാ, എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തോടെ പ്രശ്നം? എന്താണ് ചേട്ടാ? എനിക്കൊരു രോഗമുണ്ട്. എന്താണ് തന്റെ രോഗം? രോഗം മറവി രോഗമാണല്ലേ? എന്താ മർദ്ദപ്പം? മനസ്സിലായി. എന്റെ രോഗം പുറത്തു വരാൻ കൊള്ളൂല. ആണോ? അതുപോലെയാണ് ഞാൻ. എനിക്ക് പുറത്തു വരാനായിട്ട് രോഗം. അതെന്താ സംഭവം അറിയാമോ? നമ്മൾ ചിക്കൻ മാക്സിമം ഒഴിവാക്കാം. പിന്നെ പറഞ്ഞൊരു കീ ഹോൾ ശസ്ത്രക്രിയ ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത മാസം ശസ്ത്രക്രിയയാണ്. അതല്ലേ? അപ്പൊ എന്റെ രോഗം അതല്ല. എന്റെ രോഗം സിൻഡ്രല്ല ഡിസ്കസ് കബീസ് എന്നാണ്. താൻ മരിക്കണം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് തന്റെ അടുത്ത് ഈ പേര് ചോദിക്കാൻ പറ്റില്ല. താൻ അവരുടെ മുമ്പിൽ ഉത്തരം മുട്ടി മരിക്കും. അതുകൊണ്ട് താൻ മരിക്കണം. കൊല്ലാം. ഞാൻ ഇത് നെറ്റിക്കോട്ടല്ല. അയ്യോട്ടെ, എന്റെ മുഖമൊക്കെ വികൃതമായി പോകും. ശരിയാണ്. ചത്ത് കിടന്നാലും ചമ്മഞ്ഞ് കിടക്കണം. ഞാൻ ചമ്മഞ്ഞ് കിടക്കണം പറഞ്ഞാൽ ചതഞ്ഞ് കിടക്കണല്ലേ. നമുക്ക് നിന്നെ കൊല്ലം കാര്യോടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഭർത്താവിനെ കൊല്ലാം, പിന്നെ നമുക്ക് അച്ചപ്പൻ തിന്നാം. അല്ല, അപ്പച്ചിയെ കൊല്ലാം. അല്ലേട്ടാ, എത്ര രൂപ വരി രണ്ടുപേരെ കൊല്ലാനായിട്ട്? 2 പേരെ കൊല്ലാനായിട്ട് 2 ലക്ഷമാണ് എന്റെ റേറ്റ്. 2 ലക്ഷം രൂപ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? താൻ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഞാൻ പൈസ അഡ്ജസ്റ്റ് ചെയ്യണം. ആരോട് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം നമുക്ക് തീർക്കാം. 1 ലക്ഷം രൂപ കൂടുതലല്ലേ? ഒരു 50,000 തീർക്കാൻ പറ്റും. 50,000 കുഴപ്പമില്ല. എന്റെ അച്ഛനും അമ്മയും തന്നതൊക്കെ നുള്ളിപ്പെറുക്കി എടുത്ത് 50,000 ഉണ്ടാവും. അപ്പൊ 50,000 ഫിക്സ്. ചേട്ടാ, അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ടാവും? ഞങ്ങൾ സാധാരണ 5 പേരാണ് പോവാറുള്ളത്. 5 പേര്. ഫുഡ് ഞങ്ങളോട് പറയുമ്പോ അവർ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ആണല്ലേ? അപ്പൊ കൃത്യം 9 മണിക്ക് തന്നെ വെട്ടി കിടക്കും. ചേട്ടാ, വല്ല ചുക്കാപ്പിയ സാധനം വേണമെങ്കിൽ ഞാൻ സ്റ്റേജിന്റെ ബാക്കിൽ എത്തിക്കാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് കൊട്ടേഷൻ ബുക്ക് ചെയ്യേണ്ടി വന്നോ അല്ലെങ്കിൽ മെഗാഷോ ബുക്ക് ചെയ്യേണ്ടി വന്നോ? പക്ഷേ തന്നെ സംസാരം കിട്ടുന്നത് മെഗാഷോ ബുക്ക് ചെയ്യുന്ന കിട്ടുന്നത്. ചേട്ടന് തോന്നിയതായിരിക്കും. രാത്രി 9 മണിക്ക് വെട്ട് നടക്കും. അല്ലേട്ടാ, രാത്രി ഒരു 12 മണിയാകുമ്പോ ഞാൻ ചേട്ടന്റെ ഫോണിലേക്ക് വിളിക്കാം. 12 മണിക്കാ? ഒരു 1.5-2 മണിക്കൂർ വിളിക്കാൻ പറ്റും. എന്താ? ഭാര്യ അടുത്തുണ്ടാവും. എന്റെ ഭർത്താവിന് കൊട്ടേഷൻ വേഷം കെട്ടണം. അല്ല, അപ്പൊ ഫോണിൽ വിളിക്കാന്ന് പറഞ്ഞത്? എന്റെ ഭർത്താവിന്റെ ഫോട്ടോ അയച്ചേരണ്ടേ? ഫോട്ടോ അപ്പൊ രാത്രി വിളിച്ചു. കുഴപ്പമില്ല. ശരി, എന്നാ ഞാൻ പോട്ടെ. അല്ല, അങ്ങനെ പോലെ എന്താ തന്നില്ലായിരുന്നു. എന്ത്? ഫോൺ നമ്പർ നോട്ടി. You are a naughty girl. നമ്പർ നോട്ട് ചെയ്യാൻ. അപ്പൊ നമ്പറല്ലേ പറഞ്ഞത്? പിന്നെ അഡ്വാൻസ് കിട്ടിയില്ലായിരുന്നു. ഓ സോറി. എന്റെ അച്ഛനമ്മ എനിക്ക് ഒരുപാട് തന്നേക്കണോണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ചെക്ക് വേണ്ട, ക്യാഷ് മാത്രം മതി. ബൈജുക്കുട്ടൻ അവിടെ നിന്ന് തിരിച്ചു വിടണം. അതുപോലെ ഈ കോട്ടിന്റെ പൈസ, ഇത് ഇവിടെ വാടക കൊടുത്തില്ല. ഒരുപാട്
ഇതെന്നത്? ഇതാണ് എന്റെ അച്ഛനമ്മ എനിക്ക് തന്നത്. അപ്പൊ ഒരുപാട് തന്നിട്ടില്ലല്ലോ. പിന്നെ എന്തോരം അറിയോ, മച്ചിന്റെ മേളിൽ ഇഷ്ടമാതിരി ഇരിപ്പുണ്ട്. ഇത് എന്റെ വല്യമ്മാമൻ തന്ന തത്ത, പിന്നെ എന്റെ അച്ഛൻ തന്ന കാറ്, പിന്നെ ഇതെന്റെ അപ്പച്ചി തന്ന ഊത്താണ്. എന്താ രോഗം എന്ന് പറഞ്ഞത്? സിൻഡ്രല്ല ഡിസ്കസ് കബീസ്. ഇതിന് മലയാളത്തിൽ എന്തെങ്കിലും അവർ പറഞ്ഞായിരുന്നു? വട്ടെന്നാണ് പറയണത്. വട്ടാണെങ്കിൽ ഇവിടെ അല്ല, ആശുപത്രിയിൽ പോയിരിക്കും. അയ്യോ, ഞാൻ ആശുപത്രിയിലായിരുന്നു. അപ്പൊ ഇന്നെ തുറന്നു വിട്ടാണ്? അല്ല, ഞാൻ ചാടിപ്പോന്നേണ്. ദൈവമേ, ഞാനിവിടെ ഉള്ള കാര്യം അവരെ വിളിച്ച് പറയല്ലേട്ടാ. ഈ തങ്കക്കൂട്ടം പൊട്ടാന്ന് പറഞ്ഞിരിക്കണം. എന്താണ്? ഞാൻ അവരെ വിളിച്ചു പറഞ്ഞ അവരോട് വന്നു കഴിയുമ്പോ അവർക്ക് മനസ്സിലാവില്ല ഞാൻ ഉള്ള കാര്യം. സിൻഡ്രല്ല ഡിസ്കസ് കബീസ.